നമസ്കാരം ഫ്രണ്ട്സ്. ഇന്ന് ഞാൻ ജോയിന്റ് പെയിനിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ തരാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം, ജോയിന്റ് പെയിൻ ഒരു ദിവസം കൊണ്ട് തുടങ്ങുന്ന വിഷയമല്ല. ജോയിന്റ് പെയിൻസിന് പല കാരണങ്ങളുണ്ട്. അപ്പൊ അതില് ഇഞ്ചുറി കാരണം കൊണ്ടുണ്ടാവാം, എന്തെങ്കിലും അപകടങ്ങൾ, പഴയ അപകടങ്ങൾ, ഫ്രാക്ചർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. പക്ഷെ ഇതിൽ ഒരു റുമാറ്റോയിഡ് ആർത്തറൈറ്റിസ് ഉണ്ട്. അതെന്താ വെച്ചാൽ അതൊരു ഓട്ടോമ്യൂൺ ഡിസീസാണ്. നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിനെ തന്നെ തീർക്കാണ്, നശിപ്പിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള വിഷയങ്ങളുണ്ട്. അപ്പൊ ഇതിന് കോമൺ ആയിട്ട് എന്താ ചെയ്യുക വെച്ചാൽ പലതരത്തിലുള്ള പെയിൻ കില്ലേഴ്സോ കാര്യങ്ങളോ മെഡിക്കേഷൻ ഇഞ്ചെക്ഷൻസോ അലോപ്പതിയിലുണ്ട്. അതല്ലാതെ തന്നെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാവുന്ന ഒരു വിഷയം, നമുക്ക് ഇതിന്റെ കാരണങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ കാരണം മനസ്സിലാവുന്ന സമയത്താണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു കൊച്ചു കുഞ്ഞിന്റെ ഒരു പല്ല് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുകയാണ്. അത് സാധാരണ എല്ലാവരും പറയുന്നത് എന്താണ്, പുഴുപ്പല്ലാണ്, ദ്രവിച്ച് പോയി എന്നൊക്കെ. പുഴുപ്പല്ലല്ല പ്രശ്നം. അമിതമായ കാർബോഹൈഡ്രേറ്റ്, മിഠായി അങ്ങനെയുള്ള കാര്യങ്ങൾ തിന്നുമ്പോൾ അത് നശിക്കുന്നതാണ്. ഇതേ പ്രകാരം തന്നെ കാർബോഹൈഡ്രേറ്റ് നമുക്ക് അനേക സോഴ്സിൽ നിന്ന് കിട്ടും. അപ്പൊ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാടുണ്ട്, പഞ്ചസാര ഉണ്ട്, അങ്ങനെ പല സ്ഥലത്ത് ഇഷ്ടംപോലെ കാർബോഹൈഡ്രേറ്റ്. നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിനേക്കാളും കൂടുതൽ കാർബോഹൈഡ്രേറ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ വലിയ തേയ്മാനം, നമുക്ക് സ്പോണ്ടിലോസിസ് അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ, പിന്നെ നമ്മുടെ ഇരുപ്പ്, നമ്മുടെ ജോലി, ഇതെല്ലാം ബാധിക്കാറുണ്ട്. ഇവിടെ നോക്കുക, കാർബോഹൈഡ്രേറ്റ് കേസ് പറഞ്ഞപ്പോൾ എന്തൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ്. അപ്പൊ ഒന്നാമത്തെ, ബോഡിയിൽ അത് സ്റ്റോർ ചെയ്യും, ഗ്ലൈക്കോജൻ എന്നുള്ള രൂപത്തിൽ മസിലും ലിവറിൽ സ്റ്റോർ ചെയ്യും. നമുക്ക് ആവശ്യമുള്ള സമയത്ത് അതിനെ യൂസ് ചെയ്യാം. അപ്പൊ എക്സസൈസ് ചെയ്യുന്ന സമയത്തോ ശരീരം അനങ്ങുന്ന സമയത്തോ പല സ്ഥലത്തു നിന്ന് നമുക്ക് കാർബോഹൈഡ്രേറ്റ് കിട്ടും. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ ഡിപ്ലീഷൻ സംഭവിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുക, നമുക്ക് ക്ഷീണം വരും. ആ ക്ഷീണം മാറ്റണമെങ്കിൽ എന്ത് വേണം, നമുക്ക് കാർബോഹൈഡ്രേറ്റ് തന്നെ വേണം. അപ്പൊ പല സ്ഥലത്തു നിന്ന് ഷുഗർ അങ്ങനെയുള്ള പല ഇതിൽ നിന്ന് നമുക്ക് കാർബോഹൈഡ്രേറ്റ് കിട്ടാറുണ്ട്. ഇവിടെ മനസ്സിലാക്കുക, ആവറേജ് ഓരോ പ്രായത്തിനനുസരിച്ചിട്ട് ഒരു ഇത്ര ഗ്രാം നമ്മൾ കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവണം എന്നൊക്കെ ഒരു മാനദണ്ഡമുണ്ട്. പക്ഷെ ആ മാനദണ്ഡം ഒന്നും നമ്മൾ പാലിക്കാറില്ല, അവിടെ തെറ്റാറുണ്ട്. കാരണം നമ്മൾ വലിച്ചു വാരിയിട്ട് കുറെ ഇന്ന് റെഡിമെയ്ഡ് ഫുഡുകൾ കഴിക്കാൻ തുടങ്ങി. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിക്കുക. ഫോർ എക്സാമ്പിൾ, ഇതിൽ വെറുതെ ചില ഫുഡുകളുടെ ഞാൻ കാണിച്ചു എന്ന് മാത്രം. ഇപ്പൊ വൈറ്റ് ഷുഗർ, അപ്പൊ 200 ഗ്രാം എന്ന് പറഞ്ഞ ഒരു കപ്പില് 90% കാർബോഹൈഡ്രേറ്റ് ആണ്. തേൻ 7%. അതേപോലെ മറ്റേ ക്രാക്കർ ബിസ്ക്കറ്റുകൾ, അതിൽ 76%. പിന്നെ നമ്മൾ കഴിക്കുന്ന ഫ്രൂട്ട്സും അങ്ങനെയുള്ള കാര്യത്തിലൊക്കെ 165 ഗ്രാമോളം ഉണ്ട്. അപ്പൊ ഇതൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ വെറുതെ ഒന്ന് കമ്പയർ ചെയ്ത് നോക്കുക. ജസ്റ്റ് ഇതിനെ സ്ക്രീൻഷോട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നമുക്ക് ആവശ്യമുള്ള കാർബോഹൈഡ്രേറ്റ് നമ്മൾ അതിലും കൂടുതൽ ഉപയോഗിക്കുമ്പോഴാണ്. ചില ആൾക്കാർക്ക് ഒരു തോന്നലുണ്ട്, വൈറ്റ് റൈസ് ആണ് നല്ലത്. വൈറ്റ് റൈസ് ശരിക്കും ദോഷമാണ്. ബ്രൗൺ റൈസ് ആണ് നമുക്ക് നല്ലത്. കാരണം ബ്രൗൺ റൈസിൽ കാലറീസ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതിൽ ഫൈബർ കണ്ടന്റ് ജാസ്തിയാണ്. ഈ ഫൈബർ കണ്ടന്റിന്റെ പ്രത്യേകത എന്താണ്, നമ്മുടെ അനാവശ്യമായ ബോഡിയിൽ കെട്ടിക്കിടക്കുന്ന മാലിന്യങ്ങളെ നമുക്ക് അത് നീക്കാൻ സഹായിക്കും. അപ്പൊ ഇവിടെയാണ് മനസ്സിലാക്കുന്നത്, ആദ്യം ജീവിതശൈലി, പിന്നെ രണ്ടാമത്തെ വിഷയം മനസ്സിലാക്കാം, കൂലിപ്പണി ഈ വക കാര്യങ്ങൾ ചെയ്യുന്നവർ റെസ്റ്റ് തന്നെ വേണം. ഇപ്പൊ ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയാൽ പോലും ഡോക്ടർമാർ പെട്ടെന്ന് എന്തെങ്കിലും വലിയ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. ആ ഡോക്ടർ എന്തിനാ അങ്ങനെ പറഞ്ഞതെന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, സ്റ്റേജ് 1 എല്ല് തേയ്മാനത്തിന്റെ എന്താണ്? ആദ്യം ഒരു ചെറിയൊരു ജോയിന്റ് പെയിൻ ഒക്കെ ഉണ്ടാവും. സ്റ്റേജ് 2 ചെറുതായിട്ട് നീര് കാര്യങ്ങൾ പ്രത്യക്ഷപ്പെടും. സ്റ്റേജ് 3 തീരെ സഹിക്കാൻ പറ്റാത്ത ഒരു വേദനയിലേക്ക് നമ്മൾ കടന്നു പോകും. അപ്പൊ എവിടെയാണ്, ഇവിടെ ഈ പടത്തിൽ കാണിച്ചിരിക്കുകയാണ്. ആ തേഞ്ഞു പോയി ലാസ്റ്റ് എന്താ സംഭവിക്കുക, ഹെൽത്തി ജോയിന്റ് അത് ലീക്ക് വന്ന് അവിടുത്തെ കാർട്ടിലേജ് ഒക്കെ നശിച്ച് പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ലാസ്റ്റ് സ്റ്റേജിലാണ് മെഡിക്കൽ ഫീൽഡിലേക്ക് പോകുന്നത്. 100% അവരുടെ കയ്യിൽ വേറെ ഓപ്ഷൻ ഇല്ല. അവർക്ക് ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ, ജോയിന്റ് റീപ്ലേസ്മെന്റ് ചെയ്യാന്നുള്ളത്. ചെയ്യുന്നോണ്ട് കുഴപ്പമില്ല, നല്ല കാര്യമാണ്. പക്ഷെ അതിന് നന്നായിട്ട് ഫിസിയോതെറപ്പി കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ബിക്കം നോർമൽ. ഇപ്പൊ ചെറിയ വിഷയങ്ങളാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് കൂടുതൽ കാൽഷ്യം അങ്ങനെ എന്തെങ്കിലും കണ്ടന്റ് ഉള്ള എന്തെങ്കിലും കാര്യങ്ങൾ ഉപയോഗിച്ചാൽ നമുക്ക് നല്ലതായിരുന്നു. അതിലത്തെ ഒരു ഓപ്ഷനാണ് ഓസ്റ്റിയോ കെയർ എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ്സ്. ഓസ്റ്റിയോ കെയറിൽ അറൌണ്ട് 30 ടാബ്ലറ്റ്സ് ഉണ്ട്. ഇതൊരു നോൺ വെജിറ്റേറിയൻ ഫുഡാണ്. നോൺ വെജിറ്റേറിയൻ ആയ കാരണം കൊണ്ട് അതിന്റെ ചിഹ്നം അവിടെ ഇട്ടിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ നോക്കാം,
ഏറ്റവും കൂടുതൽ എന്തൊക്കെയാണ് ഇതിൽ ഗ്ലൂക്കോസമീൻ എടുക്കാനുണ്ട്. ഗ്ലൂക്കോസമീൻ ശരിക്കും എടുക്കുന്നത് ഈ ഞണ്ട്, ഞവണി അങ്ങനെയുള്ള അതിന്റെ തോടിൽ നിന്നൊക്കെയാണ്. പിന്നെ സി സൾഫേറ്റ് ഉണ്ട്, എല്ല്, ആഹ് അതേപോലെ മുള്ളിൽ നിന്നൊക്കെ എടുക്കുന്നുണ്ട്. പിന്നെ കൊളാജൻ ഉണ്ട്, ഷെൽ ഫിഷ്. അപ്പൊ കൊളാജൻ എന്താ വെച്ചാൽ നമ്മുടെ ജോയിന്റിന് ഇടയിലുള്ള ആ ലൂബ്രിക്കേഷൻ കാര്യങ്ങളൊക്കെ നോർമൽ. പിന്നെ ബ്ലാക്ക് പെപ്പർ, അതിൽ നിന്ന് പെപ്പറിൻ എന്ന് പറയുന്ന ഒരു എക്സ്ട്രാക്ട് എടുക്കാറുണ്ട്. ഈ പ്രൊഡക്റ്റുകൾക്ക് കൂടുതൽ ഗുണങ്ങൾ കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ വീണ്ടും ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് പ്രൊഡക്റ്റിന്റെ ബാക്ക് സൈഡിൽ എഴുതിയിട്ടുണ്ട്, ഇഫ് യു ആർ എലർജിക്, നിങ്ങൾക്ക് മീൻ, ചെമ്മീൻ ഈ വക വർഗത്തിനോട് എലർജി ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കരുത്. അപ്പൊ അവർക്ക് എന്താണ്, അവർക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ട്, കാൽഷ്യം D3. അത് ടോട്ടലി വെജ് ആണ്. കാൽഷ്യം D3 എന്താണ്, യഥാർത്ഥത്തിൽ മുരിങ്ങേന്റെ ഇല അങ്ങനെയുള്ള കാര്യത്തിൽ നിന്നൊക്കെയാണ് എടുക്കാനിരിക്കുന്ന ഒരു എക്സ്ട്രാക്റ്റ് ആണ്. അപ്പൊ നാച്ചുറൽ ആണ്. ഇവിടെ ഒന്ന് മാത്രം മനസ്സിലാക്കാം, സിന്തറ്റിക് സപ്ലിമെന്റും ഈ സപ്ലിമെന്റും തമ്മിൽ വ്യത്യാസമുണ്ട്. സിന്തറ്റിക് സപ്ലിമെന്റ് ഇപ്പൊ എക്സാമ്പിൾ കാൽഷ്യം 500, കാൽഷ്യം 5000 അങ്ങനെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെ അങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഇത് വെറും നാച്ചുറൽ രൂപത്തിൽ വരുന്നതാണ്, നോർമൽ ഫുഡ് സപ്ലിമെന്റ് ആണ്. അപ്പൊ ഇതിനെ മെഡിസിൻ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, മെഡിസിൻ എന്ന് പറയാൻ പറ്റില്ല. നോർമലി എല്ലാവർക്കും എല്ലാ ദിവസവും കഴിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഇനി കൂടിയ ഒന്നൊന്നര മാസത്തിന്റെ ഉള്ളിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടണമെങ്കിൽ 100% ഈ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ അല്ല. എന്താ കാര്യം വെച്ചാൽ ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞ പ്രകാരം റുമറ്റോയിഡ് ആർത്തറൈറ്റിസ് അതൊക്കെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് ആണ്. അപ്പൊ എന്താ സംഭവം, അത് യഥാർത്ഥത്തിൽ പ്രത്യേകിച്ച് കാരണമല്ലേ, നിങ്ങളുടെ ശരീരം സ്വയമായിട്ട് ജോയിന്റ് പെയിൻസ് സൃഷ്ടിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ജോയിന്റ്സ് ഒക്കെ നശിക്കുകയാണ്. അപ്പൊ അവിടെ ഒന്നും നമുക്ക് ഈ ഓപ്ഷൻ പറ്റൂല. അപ്പൊ 100% ഇവിടെ ഒന്ന് മാത്രം മനസ്സിലാക്കാം, കാൽഷ്യത്തിന്റെ കണ്ടന്റ് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തികൾക്ക് ഇത് മാത്രം നമ്മൾ കൊടുക്കൂല. എക്സാമ്പിൾ ഇപ്പൊ കിഡ്നി സ്റ്റോൺ അങ്ങനെയുള്ള ആൾക്കാരുണ്ട്, അവർക്ക് ഈ പ്രൊഡക്റ്റുകൾ നമ്മൾ കൊടുക്കൂല. അല്ലെങ്കിൽ കാൽഷ്യത്തിന്റെ കണ്ടന്റ് വളരെ ഹൈ ആയിരിക്കുന്ന വ്യക്തികളുണ്ട്, അപ്പൊ അത് നിങ്ങളുടെ ഡോക്ടേഴ്സ് ഓൾറെഡി നിങ്ങളോട് നേരത്തെ പറഞ്ഞു. അതർവൈസ് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ബൈ എനി ഏജ്, എനി പേഴ്സൺ, എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാം. ദിവസത്തിൽ ഒരു നേരം വിത്ത് ഫുഡ് കഴിക്കുന്നതിന്റെ കൂടെയോ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കഴിക്കുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പൊ നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഒന്ന് മാത്രം മനസ്സിലാക്കാം, താൽക്കാലികമായിട്ട് വേദന സംഹാരത്തിന് വേണ്ടിയിട്ട് വളരെ നല്ലൊരു ഓപ്ഷൻ ഉണ്ട്. ഫ്ലെക്സി റിലീഫ്, പെയിൻ റിലീഫിന് വേണ്ടിയിട്ട് നല്ലതാണ്. കുറച്ച് സ്ട്രോങ് ആണ് ഈ ഓയിൽ. വല്ലാണ്ട് സ്ട്രോങ് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ പവറിനെ കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഇതേ പ്രകാരം തന്നെ ഓൾ ഇൻ വൺ ഓയിൽ ഉണ്ട്. ഓൾ ഇൻ വൺ ഓയിൽ എന്താണ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ ജോയിൻസിന്റെ ഉള്ളിലുള്ള ആ രക്തോട്ടത്തിനെ നന്നാക്കാനായിട്ട് അവൻ സഹായിക്കും. അപ്പൊ ഇതാണ് നമ്മുടെ നല്ലൊരു പ്രൊഡക്റ്റ്. അനേക വ്യക്തികൾക്ക് ഗുണം കിട്ടിയിട്ടുണ്ട്. 100% പെർസെൻറ്റേജ് വെച്ചിട്ട് പറയുകയാണെങ്കിൽ ഐ വിൽ ടെൽ 60 to 70% ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. 30%കാർക്ക് കിട്ടാത്തവരുണ്ട്. അപ്പൊ ഇത് അറിയേണ്ടത് എങ്ങനെയാണ്, വളരെ സിമ്പിളാണ്. ഇതിൽ 3 സ്ട്രിപ്പ് ഉണ്ട്. 3 സ്ട്രിപ്പിൽ നിന്ന് ഒരു സ്ട്രിപ്പ് മാത്രമായിട്ട് നമുക്ക് സെയിൽ ചെയ്ത് നോക്ക്. അത്യാവശ്യം അവർക്ക് ഗുണങ്ങൾ കാണുന്നുണ്ടെങ്കിൽ യു ക്യാൻ ടെൽ ദം ടു ബൈ വൺ മോർ, അല്ലെങ്കിൽ ആ ഒരു ബോക്സ് നിങ്ങൾക്ക് മേടിക്കാൻ പറയാൻ സാധിക്കും. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഒരു മാസത്തിന്റെ ഉള്ളിൽ അഥവാ അവർക്ക് ഒരു റിസൾട്ട് കാണില്ലെങ്കിൽ ദെൻ ഇറ്റ്സ് ബെറ്റർ ദേ ഡോണ്ട് കണ്ടിന്യൂ വിത്ത് ദിസ് പ്രൊഡക്റ്റ്. അപ്പൊ അങ്ങനെയാണ്. എന്നിട്ട് കൂടുതൽ പ്രൊഡക്റ്റുകളെ കുറിച്ച് അറിയാൻ നമ്മുടെ ചാനലിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഉറപ്പായിട്ടും CSM എന്ന് പറയുന്ന ഇതിൽ അറൌണ്ട് 30,000 ആൾക്കാരാണ്. അപ്പൊ 30,000 ആൾക്കാർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ 100% അത് ഈ ചാനൽ ഉണ്ടാക്കുന്ന വ്യക്തിക്ക് അടക്കം അതൊരു ബൂസ്റ്റിംഗ് ആണ്. ഓക്കെ, താങ്ക് യു.